ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് കാണുവാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയിലെ ദിവ്യരഹസ്യങ്ങളുടെ ഒരുക്കവും അതുമായിട്ട് ബന്ധപ്പെടുന്ന ശുശ്രൂഷകളുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ദിവ്യരഹസ്യങ്ങളുടെ ഒരുക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ദിവ്യരഹസ്യങ്ങൾ ഒരുക്കുന്നത് കാറോസുസ പ്രാർത്ഥനയുടെ സമയത്താണ്, പ്രഘോഷണ പ്രാർത്ഥനയുടെ സമയത്ത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കാറോസുസായെപ്പറ്റി നാം വിശദമായി കണ്ടു കഴിഞ്ഞതാണ്. ആ സമയത്ത് ദിവ്യരഹസ്യങ്ങൾ ഒരുക്കുന്നു. അപ്പവും വീഞ്ഞും ബേസ്കസയിൽ വെച്ച് ഒരുക്കുന്നു. 2 ബേസ്കസകളാണ് നമുക്കുള്ളത് എന്ന് ദേവാലയത്തിൻ്റെ ഘടന പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വലതുവശത്തെ ബേസ്കസയിൽ വീഞ്ഞ് ക്രമീകരിക്കുന്നു, വെള്ളവും അവിടെ ഉണ്ടായിരിക്കും. ഇടതുവശത്തെ ബേസ്കസയിൽ അപ്പവും ക്രമീകരിച്ചിരിക്കുകയാണ്. കാറോസുസയുടെ സമയത്ത് ഒരു കാർമ്മികൻ മാത്രമുള്ളപ്പോഴാണെങ്കിൽ കാർമ്മികൻ ഒരുക്കുവാനായി മദ്ബഹാലെ കയറിപ്പോയി ഒരുക്കുന്നു. അതേസമയം കാർമ്മികനോടൊപ്പം സഹായികളായി ബഹുമാനപ്പെട്ട വൈദികർ സഹകാർമ്മികരായി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർ ബലിപീഠത്തിലേക്ക് പോയി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യമല്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഡീക്കന്മാർ ശംശാനപ്പട്ടം സ്വീകരിച്ചവരാണ് ഉള്ളതെങ്കിൽ അവർ മദ്ബഹയിലേക്ക് പോയി ബേസ്കസയിൽ ചെന്ന് അപ്പവും വീഞ്ഞും ഒരുക്കുന്ന ക്രമീകരണമാണ് നമ്മുടെ സഭയിൽ ഉള്ളത്. കാർമ്മികൻ തന്നെയാണ് ബലിയർപ്പിക്കുന്നത്, ഒരു കാർമ്മികൻ മാത്രമായിട്ടാണ് ബലിയർപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം വലതുവശത്തെ ബേസ്കസയിൽ ഉപപീഠത്തിൽ ചെന്ന് വീഞ്ഞും വെള്ളവും ഒരുക്കി വയ്ക്കുന്നു. തുടർന്ന് അദ്ദേഹം ഇടതുവശത്തേക്ക് ചെന്ന് ഇടതുവശത്തുള്ള ബേസ്കസയിൽ വെച്ചിരിക്കുന്ന അപ്പം എടുത്ത് പീലാസയിൽ ഒരുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരുക്കി വയ്ക്കാനായിട്ട് കാർമ്മികൻ മദ്ബഹയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ശുശ്രൂഷി അല്ലെങ്കിൽ ശംശാന ധൂപവുമായി വരികയും ധൂപം ഉപയോഗിച്ച് ധൂപത്തിൽ നിന്ന് കാസയിലേക്ക് ധൂപം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. കുരിശാകൃതിയിൽ കാസയിലേക്ക് ധൂപം സ്വീകരിക്കുന്നു. കാസയെ ധൂപത്താൽ വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മമാണ് അത്. ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ആ സമയത്ത് കാർമ്മികൻ കുരിശാകൃതിയിൽ കാസയിലേക്ക് ധൂപം സ്വീകരിക്കുന്നത്. അതിനുശേഷം കാർമ്മികൻ കാസയിലേക്ക് വീഞ്ഞിൻ്റെ ഒരു ഭാഗം ഒഴിച്ച്, വീഞ്ഞ് 2 ഭാഗങ്ങളായിട്ടാണ് ഒഴിക്കുന്നത്. വീഞ്ഞിൻ്റെ പകുതി ഭാഗത്തോളം കാസയിലേക്ക് കുരിശാകൃതിയിൽ ഒഴിക്കുന്നു. കുരിശാകൃതി ഒഴിച്ച ശേഷം വെള്ളം കാസയിലേക്ക് കുരിശാകൃതിയിൽ ഒഴിക്കുന്നു. തുടർന്ന് വീഞ്ഞ് കുരിശാകൃതിയിൽ ഒഴിക്കുന്നു. ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും നിർദ്ദിഷ്ടമായ പ്രാർത്ഥനകൾ ചൊല്ലുവാനായിട്ട് നൽകപ്പെടുന്നുണ്ട്. ആദ്യമേ തന്നെ വീഞ്ഞ് ഒഴിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കാസയിൽ അവിടുത്തെ അമൂല്യമായ രക്തം ഒഴിക്കപ്പെടുന്നു എന്നാണ് ചൊല്ലുന്നത്. രക്തം ഒഴിക്കപ്പെടുന്നു എന്നാണ് ചൊല്ലുന്നത്. അപ്പത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി വിശദീകരണം നൽകുന്നതുമാണ്. പിന്നെ അതിനുശേഷം വെള്ളം ഒഴിക്കുമ്പോൾ പടയാളികൾ ഒരുവൻ വന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വീഞ്ഞ് വെള്ളത്തോടും വെള്ളം വീഞ്ഞിനോടും കലർത്തപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വീഞ്ഞ് അല്പം കൂടി കാസയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അനന്തരം ഇടതുവശത്തെ ബേസ്കസയിൽ ചെന്ന് ധൂപം സ്വീകരിക്കുന്നു പീലാസയിലേക്ക്. പീലാസ കുരിശാകൃതിയിൽ ആംഗ്യത്തിൽ കാണിച്ചുകൊണ്ട് ധൂപകലശത്തിൽ നിന്നും ധൂപം പീലാസയിലേക്ക് സ്വീകരിച്ച് പീലാസയെ വിശുദ്ധീകരിക്കുകയാണ്. വാഗ്ദാന പേടകത്തിന് താൽക്കാലിക കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോൻ്റെ പീലാസ എന്നതുപോലെ ഈ പീലാസയും സുഗന്ധപൂരിതമാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് അപ്പമെടുത്ത് പീലാസയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരം കൊണ്ട് ഈ പീലാസ റോഷ്മ ചെയ്യപ്പെടുന്നു. അതോടുകൂടി ഇതിൻ്റെ കർമ്മങ്ങൾ അവസാനിക്കുകയാണ്. ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, വെള്ളവും വീഞ്ഞും കൂട്ടി കലർത്തുകയാണ്. ഇവിടെ വെള്ളം ഈശോ മിശിഹായുടെ മനുഷ്യപ്രകൃതിയെയും വീഞ്ഞ് ഈശോയുടെ ദൈവിക ഭാവത്തെയും സൂചിപ്പിക്കുകയാണ്. വെള്ളം ആദിമസഭയുടെ പാരമ്പര്യത്തിൽ വെള്ളം കൂടുതൽ ഒഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീട് തുല്യമായിട്ട് ഒഴിക്കുന്ന രീതി വന്നു. പിന്നീട് ഇപ്പോൾ വീഞ്ഞിനേക്കാൾ അല്പം കുറച്ചാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അത് 13-ാം നൂറ്റാണ്ട് മുതലാണ് ആ ക്രമീകരണം സഭയിൽ വരുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയിൽ അപ്പം എടുത്ത് പീലാസയിലേക്ക് വെക്കുമ്പോഴും വീഞ്ഞ് കാസയിലേക്ക് ഒഴിക്കുമ്പോഴും തിരുശരീരം, തിരുരക്തം എന്നീ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്.
2 കാരണങ്ങളാണ് അതിനെപ്പറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഒരു പ്രൊലേപ്റ്റിക് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, അത് ഈ അപ്പവും ഈ വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിനെ മുൻകൂട്ടി തന്നെ ആ പേരിൽ വിളിക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, അതേപ്പറ്റി മറ്റൊരു വ്യാഖ്യാനം നമുക്ക് പറയാൻ സാധിക്കുന്നത്, കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മൾ അർപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും അർപ്പിക്കുന്നു. തിരുശരീരവും തിരുരക്തവും അർപ്പിക്കുമ്പോൾ പ്രതീകാത്മകമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ ഈ അപ്പം കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും ഈ വീഞ്ഞ് കർത്താവിൻ്റെ രക്തത്തിൻ്റെയും പ്രതീകങ്ങളാണ്. അതുകൊണ്ട് പ്രതീകത്തെ എടുത്ത് കാസയിൽ വയ്ക്കുകയാണ്. ശരീരത്തിൻ്റെ പ്രതീകത്തെ എടുത്ത് പീലാസയിൽ വെക്കുമ്പോൾ തിരുശരീരം കൊണ്ട് റോഷ്മ ചെയ്യുന്നു. രക്തത്തിൻ്റെ പ്രതീകമായി വീഞ്ഞൊഴിക്കുമ്പോൾ രക്തം ഒഴിക്കപ്പെടുന്നു എന്ന് ചൊല്ലുന്നു. അപ്പോൾ ആ പ്രതീകം പിന്നീട് യാഥാർത്ഥ്യമായി മാറുകയാണ്. ഇവിടെ മാത്രമാണ് ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനാഫ്രയും റൂഹാഷണ പ്രാർത്ഥനയും കഴിയുമ്പോഴേക്കും ഇത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി പൂർത്തീകരിക്കപ്പെടുന്നു. പ്രതീകാത്മകമായി അവതരിപ്പിച്ച സിംബലായിരിക്കുന്ന ഈ വസ്തുക്കൾ യാഥാർത്ഥ്യങ്ങളായി രൂപാന്തരപ്പെടുകയാണ് പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ യാഥാർത്ഥ്യമായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് ആ യാഥാർത്ഥ്യത്തിൻ്റെ പേരിൽ തന്നെ ഇവയെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.